ഈ ജനുവരി മാസത്തിൽ ജനിച്ച ആൾക്കാർക്കൊക്കെ ഓവർ തിങ്കിങ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഭാഗ്യം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഡിസംബറിൽ ജനിച്ച ആൾക്കാർക്ക് ഭയങ്കര പൈസ ഭയങ്കര ചെലവായിരിക്കും എന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലതും കാണാറുണ്ട്. അപ്പൊ അത് മാം എങ്ങനെയാണ് നോക്കുകയാണ്? ഇവരുടെ ഭാവങ്ങൾ നോക്കിയിട്ടാണ് ഇവർക്ക് ചെലവ് പറയുന്നത്. 2ാം ഭാവം, 9ാം ഭാവം, 11ാം ഭാവം. ഇത് 2ാം ഭാവം എന്ന് വെച്ചാൽ ധനഭാവം, 9ാം ഭാവം എന്ന് വെച്ചാൽ ലക്ക്, 11ാം ഭാവം എന്ന് വെച്ചാൽ നമ്മുടെ ലാഭമാണ്. അപ്പൊ ഈ 3 ഭാവങ്ങളും ഇവരുടെ എങ്ങനെയാണോ വന്നത്, അവിടെ ചിലപ്പോ പാപഗ്രഹങ്ങൾ പോയി നിന്ന് കഴിഞ്ഞാൽ അവർക്കൊരു ഗുണം ഉണ്ടാവില്ല. അപ്പൊ ഈ ജനിക്കുന്ന സമയത്തിന് അവിടെ ഇമ്പോർട്ടന്റ് വന്നു, പിന്നെ ജനിക്കുന്ന തീയതിക്ക് ഇമ്പോർട്ടന്റ് വന്നു. ഇതെല്ലാം വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾക്ക് ഇപ്പൊ ലാൽ കിതാബില് അങ്ങനെയുള്ള റെമഡീസ് ഉണ്ട്. ലാൽ കിതാബ് എന്ന് പറയുന്നത് പഴയ ഉറുദുവിന്റെ അതിലെ റെമഡീസ് ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ അത് കൂടുതലായിട്ട് വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ ഉണ്ട്, എനിക്ക് കൂടുതൽ അറിയില്ല, കേരളത്തിലേക്ക് അത് എത്തിയിട്ടില്ല. കാരണം കേരളത്തിൽ കൂടുതൽ താന്ത്രികമാണ്.